Habibi, welcome to Mauritania. लहरू मस्ती में है गगन के शोर शोर में നമ്മുടെ ട്രെയിൻ അവിടെ നിന്ന് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ട്രെയിൻ. Yes video, yes video. No, yes video. Please. ഇവിടെ കണ്ടില്ലേ നമ്മുടെ ചൂരയാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല കട്ടിയായിട്ടുള്ള ചൂരയാണ് പുള്ളിക്കാരൻ വെട്ടിപ്പൊളിക്കുന്നത്. ഇവിടെ എല്ലാവരും ഹലോ ഫ്രണ്ട്സ്, ചിക്കനുമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും മൗറിട്ടാനിയയിലെ നൗദിബു എന്ന് പറയുന്ന ഒരു നഗരത്തിൽ നിന്ന് സ്വാഗതം പറയുകയാണ്. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് സമയമായി, ഞാനൊരു സ്ഥലത്തോട്ട് പോവാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ കാണുന്ന സ്ഥലത്ത് ഇവിടുത്തെ ഒരു ലോക്കൽസിൻ്റെ കൂടെയാണ് ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട എങ്ങനെയാണ് ഞാൻ ഇവരെ കണ്ടെത്തിയെന്ന് പറയാൻ പറ്റും. മോർണിംഗ് ബ്രോ, ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ഇത് മുഹമ്മദ് ബ്രോ ആണ്, ഇവിടുത്തെ ഒരു ടൂർ ഗ്രൂപ്പ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു പുള്ളിക്കാരനാണ് കേട്ടോ. അപ്പം ഞാൻ പുള്ളിക്കാരനോട് വണ്ടി കയറണേ. പലയിടത്തായിട്ട് ഇതുപോലെ ട്രാഫിക് സിഗ്നലിൽ എല്ലായിടത്തും ഭിക്ഷാടനക്കാർ നിൽക്കും കേട്ടോ. ഇതൊക്കെ മൗറിട്ടാനിയയിലുള്ള ആളുകളാണ്. മൗറിട്ടാനിയയിലുള്ള ആളുകൾ മാത്രമല്ല, ആക്ച്വലി കഴിഞ്ഞ ദിവസം ഞാൻ സിറിയയിലുള്ള ആളുകളെ വരെ കണ്ടു കേട്ടോ. ഇവിടെ സിറിയക്കാർ വരെ ഇവിടെ വന്ന് ഭിക്ഷ യാചിക്കുന്നത് കണ്ടു. ആൺകുട്ടികളും പെൺകുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉണ്ട്. ഞാൻ അങ്ങനെ ഇന്നത്തെ എൻ്റെ യാത്ര തുടങ്ങുവാണ്. ഇന്നൊരു യാത്ര എന്ന് പറയുമ്പോൾ മൗറിട്ടാനിയയിൽ എൻ്റെ വള്ളി പൊടിയാണല്ലോ, പുറത്ത് ഫുള്ള് പൊടിയും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. പൊടിക്കാറ്റ് എൻ്റെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഹോട്ടലിലാണ്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വൈഫൈക്ക് ഉപയോഗിക്കാൻ വേണ്ടി വന്നതാണ്. ഫുള്ള് പൊടി മയം കേട്ടോ. അതാ ഫോണെല്ലാം ബ്ലറാവുന്നു എന്ന് തോന്നുന്നു. ഫുള്ള് പൊടി മയമായിട്ട് ഇരിക്കുവാണ്. എൻ്റെ അമ്മോ, ഇതാ കേട്ടില്ലേ. ഞാനൊരു ഹോട്ടലിൽ നിന്ന് ഇനി ഇറങ്ങുവാണ്. ലാലിലി നിങ്ങൾക്കൊന്ന് നഗര കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് നവാദിബു എന്ന് പറയുന്ന ഒരു നഗരത്തിലാണ്. അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഉത്തരഭാഗത്തായിട്ടുള്ള ഒരു നഗരമാണ്. നമ്മുടെ ഇവിടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പെനിൻസുലുണ്ട് കേട്ടോ. അതിലാണ് ആക്ച്വലി ഈ ഒരു നവാദിബു എന്ന് പറയുന്ന ഒരു സ്ഥലം കിടക്കുന്നത്. തൊട്ടപ്പുറത്ത് കടൽ അങ്ങനെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പെനിൻസുലയാണ്. ഞാനിവിടുത്തെ ഒരു പോർട്ടൊക്കെ സന്ദർശിക്കാൻ വേണ്ടി പോവാണ്. നവാദിബുവിൻ്റെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് ഇവിടുത്തെ ഫിഷ് ബിസിനസ്സിലാണ് കേട്ടോ. ധാരാളം ഫിഷ് ബിസിനസ് ഉണ്ട്. പിന്നെ ഒരു പോർട്ട്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അയണോ ട്രെയിനോ ഓടുന്നത് ഇതുവഴിയാണ്. ഇവിടെയാണ് അതിൻ്റെ പോർട്ട്. ഇവിടുന്ന് പല രാജ്യങ്ങളിലോട്ടും അയണിൻ്റെ ഓർ അത് കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വരുമാന മാർഗം. പണ്ട് കാലഘട്ടത്തിന് ശേഷം ഇവിടുത്തെ കൊളോണിയൽ സമയത്തെന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രഞ്ച് ആയിരുന്നു ഇവിടുത്തെ ഭരിക്കുന്നത്. ഫ്രഞ്ച് ആയിരുന്നു ഇവിടുത്തെ കൊളോണിയൽ കാലത്തെ ഭരണമൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഉള്ള വണ്ടികളൊക്കെ ഭയങ്കര കോമഡിയാണ് കേട്ടോ. എല്ലാം പഴയ വണ്ടികളാണ്. ഇതൊക്കെയാണ് കുറച്ച് അത്യാവശ്യമായിട്ടുള്ള നല്ല വണ്ടികളെന്ന് വേണമെങ്കിൽ ഈ കാണുന്നത് പറയാം. ബാക്കി എല്ലാം പഴയ വണ്ടികളൊക്കെയാണ്. ഇവിടെ ട്രാഫിക് ഒന്നും നേരാവണ്ണം ആരും ഫോളോ ചെയ്ത് പോവില്ല. തോന്നിയ വഴിക്കാണ് എല്ലാവരും പോകുന്നത്. ഞാനിവിടെ ഉള്ള ഒരു പള്ളിയുടെ മുന്നിലോട്ടാണ് കേട്ടോ വന്നത്. ഈ പള്ളിയിൽ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചോ, അതായത് പള്ളിക്ക് വലിയ ടോമ്പുണ്ട്, പൊക്കമുള്ള ഇങ്ങനത്തെ ഉള്ള ഒരു മിനാരത്ത് കാണാൻ സാധിക്കും. പക്ഷേ പള്ളിക്ക് ഇതുപോലുള്ള ഇങ്ങനെ ചരിഞ്ഞ ഇത് കാണില്ല. നമ്മൾ ഇത്രയും ദിവസം മൊറോക്കോയിൽ കണ്ടതെന്ന് പറയുമ്പം ഒരു പച്ച ഓട്, ഇങ്ങനെ ചരിഞ്ഞ പച്ച ഓടാണ്. പക്ഷെ അതിവിടെ കാണാൻ സാധിക്കില്ല. കാരണം ഇവിടെ അൽമൊഹദ് എന്ന് പറയുന്ന ഡൈനാസ്റ്റി വന്നില്ല. ഇവിടെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇതെല്ലാം പണിത് വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ മീൻ പിടിക്കാൻ പോകുന്നവർക്ക് വേണ്ടി വാടകയ്ക്ക് കൊടുക്കുകയോ വിൽക്കുന്നോ കടകളൊക്കെയാണ് കേട്ടോ. ഫിഷിംഗ് ഇൻഡസ്ട്രി ഭയങ്കര വലുതാണ് ഇവിടെ. ഞാൻ പയ്യെ ഇവിടെയുള്ള നമ്മുടെ ഒരു ഫിഷ് മാർക്കറ്റിലോട്ടാണ് വന്നത്. ഫിഷ് മാർക്കറ്റ് 12 മണിക്ക് തുറന്നിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഡൗട്ടാണ്. ആ കാണുന്നതാണ് നമ്മുടെ ധന. ഇവിടുത്തെ ഉള്ള പുരുഷന്മാർ ധരിക്കുന്ന ഒരു ഡ്രസ്സാണ്. വഴിയിൽ ഫുള്ള് മീനിൻ്റെ ഇതൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെയാണോ? ഇവിടെ കണ്ടില്ലേ, ഫുള്ള് മീനാണ് കേട്ടോ. അവര് മീൻ ഇവിടെ നിന്നൊക്കെ പോകുന്നതാണ്. എനിക്കൊരു സ്കാർഫ് കിട്ടിയായിരുന്നു ഇന്നലെ കണ്ട മലയാളി ബ്രോ തന്ന. പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ കെട്ടിത്തരാൻ പറഞ്ഞു സ്കാർഫ്. എനിക്ക് കെട്ടാറിഞ്ഞുള്ളൂ കേട്ടോ ഇവരെങ്ങനെയാണ് ഇത് കെട്ടുന്നതെന്ന്. فسبط سيدي ملقان على شعرك جميل جميلة على شعرك جميل اوكي എങ്ങനെയാണോ? കൊള്ളാലോ സംഭവം.
ഓക്കെ, ശുക്രൻ ശുക്രൻ. മസലാമ ഞാനങ്ങനെ എൻ്റെ തലയിൽ കെട്ടി. ഇവിടെ മീൻ മാർക്കറ്റ് ഇല്ല കേട്ടോ. ഞാൻ മീൻ മാർക്കറ്റും തിരക്കിയാണ് വന്നത്. എനിക്കിതൊന്ന് വാങ്ങണം കേട്ടോ, വേറെ ഒന്ന് വാങ്ങണം. ഇത് നല്ല പൊടിയും അഴുക്കും, ദേഹത്തിട്ടപ്പോൾ തന്നെ എന്താ പോലെ. ഹിന്ദി സൂറ. ഞാൻ ഒരു പുള്ളിയുടെ അടുത്ത് വഴി വെച്ചപ്പോൾ പുള്ളിക്കാരൻ എന്നെ ഡയറക്റ്റ് അങ്ങോട്ട് കൊണ്ടാക്കുവാണ്. പുള്ളിക്കാരൻ പറഞ്ഞു കാറി കയറാന്ന്. ഫിഷ് മാർക്കറ്റ് പോവാതിന് മുമ്പ് എന്നെ പുള്ളിക്കാരൻ ഇവിടുത്തെ ഒരു മാർക്കറ്റിലോട്ട് കൊണ്ടുവന്നാണ്. ഞാൻ ഇങ്ങനെ ചോദിക്കത്തൊട്ടായിരുന്നു രാവിലെ തന്നെ. എനിക്ക് ആക്ച്വലി ഇവിടുത്തെ ഡ്രസ് ഹിന്ദ്. ഹായ്, സലാം അലൈക്കും. സലാം അലൈക്കും. ഹായ്. ഇത് സെല്ലും. പുള്ളി ഭയങ്കര പാവം കേട്ടോ. ഞാനിങ്ങനെ പറയുന്നു, എനിക്ക് രാവിലെ തൊട്ടേ ഞാൻ ഇത് തപ്പി നടക്കുമായിരുന്നു. ഇത് വാങ്ങാൻ വേണ്ടി വന്നപ്പോഴാണ് നമ്മുടെ ബ്രോ ഇത് വന്നത്. ഈ ലോക്കൽ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി നടന്നപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ കൊണ്ടുപോയി വാങ്ങിച്ചു തരാം കേട്ടോ. അടിപൊളി കേട്ടോ. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മൗറിറ്റാനിയ. ഹുബ് 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 ഫി മൗറിറ്റാനിയ, ഹുബ് ഫി സഹാറ. ഞാൻ സത്യത്തിൽ ഭയങ്കര ഹാപ്പി കേട്ടോ. ആദ്യത്തെ ടെക്നിക്കലി ഫസ്റ്റ് ദിവസമാണ് ഇന്നത്തെ എൻ്റെ ദിവസം. അടിപൊളി, ആളുകളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി. പിന്നെ പ്രധാന കാരണം ഇവിടെ അങ്ങനെ അധികം ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പല ആളുകളും. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ നിനക്ക് ഫിഷ് മാർക്കറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു ഫിഷ് ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്നതല്ല, ഞാനിങ്ങനെ കറങ്ങാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഒരു പ്രാവശ്യം ഫിഷ് ബിസിനസ് വല്ലതും ചെയ്യണമെങ്കിൽ ഞാൻ പുള്ളിക്കാരൻ്റെ കൂടെ ചെയ്യും. നോക്കട്ടെ, വല്ല ബിസിനസ്സൊക്കെ വല്ലതും ചെയ്യണം, പൈസ ഉണ്ടാക്കണം. ഇവര് ഈ ഡ്രസ്സ് ഇട്ട് പോകുന്ന കാണാൻ തന്നെ എന്തൊരു ചന്തം അല്ലേ. ഈ കാണുന്നതാണ് കേട്ടോ ഇവരുടെ ലോക്കൽ ഡ്രസ്സ്. ഇങ്ങനെയുള്ള സാധനത്തിനൊക്കെ നല്ല വില കൂടുതലാവും. ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇവർ ഇത് തയ്ക്കും കേട്ടോ. തയ്ച്ചിട്ട് ഇങ്ങനെ കൊടുക്കും ആൾക്കാർക്ക് അവരുടെ സൈസും ഇതിനൊക്കെ അനുസരിച്ചിട്ട്. പിന്നെ റെഡിമെയ്ഡും ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. ഈ കാണുന്നത് ഇവര് അടിയിലിടുന്ന പാൻ്റാണ് കേട്ടോ. ഇതും ഈ ഒരു വെള്ള പാൻ്റാണ് സാധാരണ ഇടുന്നത്. അല്ലെങ്കിൽ പിന്നെ വൈറ്റ് വെള്ള പാൻറ് സാധാരണ എന്തായാലും ഇടും. പിന്നെ ഇടുന്നത് ഒന്നുകിൽ വെള്ള അല്ലെങ്കിൽ ഇതുപോലത്തെ കളറാണ് അവർ സാധാരണയായിട്ട് ഇടുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ സാധനം. പുള്ളിക്കാരെന്താണ്ട് 600 ദിർഹമൊക്കെ കൊടുത്തിട്ടുണ്ട്. 600 ദിർഹം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എത്രയാണ് അത് കൂട്ടി വെക്കണം. പുള്ളിക്കാരൻ 500 കേട്ടോ. ഇതിന് 500 ആയത്, 600 അല്ല, സോറി 550. പുരുഷന്മാരും സ്ത്രീകളും കണ്ടില്ല. ഇതാണ് സ്ത്രീകളുടെ ഡ്രസ്സ്. സ്ത്രീകൾ എന്ന് പറയുമ്പം ഒരു മുഴുവനായിട്ടുള്ള ഒരു ഇങ്ങനെ കുറച്ച് മീറ്റർ 3-4 മീറ്റർ ആയിട്ടുള്ള ഒരു തുണി അവരുടെ തല മുതൽ ഇങ്ങനെ കാലിന്റെ ടൊയ് വരെ ഇങ്ങനെ മടക്കി ഇങ്ങനെ അവർ കറക്കി ഇങ്ങനെ കവർ ചെയ്തിടുന്ന ഡ്രസ്സാണ് കേട്ടോ. അതിനെ മഫ്ല ലടിക്കല്ലോ. ഹൗലി എന്നാണ് കേട്ടോ പറയുന്നത്. ഹൗലിയാണ് പെണ്ണുങ്ങൾ ഇടുന്നത് ബിന്ദ്. ഇത് ചെറിയ ഷോട്ട്, പെണ്ണുങ്ങൾ വലുത് കളർഫുൾ ആയിട്ടുള്ള പല കളറിലായിട്ടുള്ള അവർ ഇടുന്ന കാണാൻ കഴിയും കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഒരു മാമി ഇട്ടേക്കുന്നുണ്ടോ, അതാണ് കേട്ടോ ഇവര്. ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ പേരറിയില്ല, നാടറിയില്ല, ഊരറിയില്ല, എന്നിരുന്നാലും നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തു. അതിൽ ഞാൻ ഭയങ്കര സന്തോഷവാനും വളരെ എന്താ പറയുക നന്ദി പറയാനും ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. പുള്ളിക്കാരപ്പം എന്തോ എഴുതുവാണ്, തർജിമ ചെയ്യുവാണ്. പുള്ളിക്കാരൻ എന്തോ പറയുവാണ്. ദിസ് ഈസ് ഹൗ റിലീജിയൻ ഒബ്ലിഗസ് അസ്. ഇതാണ് എൻ്റെ മതം പറയുന്നത് എന്നാണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശുക്രൻ. മാസലാമ. ശുക്രൻ. അന്ത എനി മുഷ്കില ഹിന്ദ് അന നമ്പർ ടെലിഫോൺ താൽ ഹിന്ദ്. മാസലാമ. അസ്സലാമു അലൈക്കും. പുള്ളിക്കാരനോട് ആക്ച്വലി എനിക്ക് നല്ലപോലെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ എനിക്കൊന്ന് പുള്ളിക്കാരനെ തിരക്കാണെന്ന് തോന്നുന്നു. മാസലാമ. പുള്ളിക്കാരൻ എന്തോ തിരക്കാണെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങോട്ട് പോയാതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ഒറ്റയ്ക്ക് പോവാന്ന് വിചാരിച്ചു. അടിപൊളി കേട്ടോ, പാവം നല്ല മനുഷ്യൻ.
550 ഇതാണ് കേട്ടോ അതിനായത്. ഇവിടെ വഴിയില് ഇത് ഇവരുടെ എന്തോ ഒരു സ്ട്രീറ്റ് ഭക്ഷണമാണ്. ഇത് ഭയങ്കര ഇന്നലെ ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ, ഇവരിവിടെ വിൽക്കുവാണ്. കം ഫിലൂസ് അഷ്റിൻ. ഓ 20 ശുക്രൻ. കണ്ടില്ലേ, ഇതൊക്കെ ഇവരിട്ട് വിൽക്കുവാണ് കേട്ടോ. അത്യാവശ്യം ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡിന് വലിയ വൃത്തിയും മെനയൊന്നും ഇല്ലെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. ഇവിടെ സ്ട്രീറ്റ് ഫുഡൊക്കെ വെച്ച് ഇവിടെ സ്ട്രീറ്റ് ഫുഡൊക്കെ വെച്ച് നമ്മുടെ മന്ദാസി പോലെ, നമ്മുടെ ടിപ്പിക്കൽ ഈസ്റ്റ് ആഫ്രിക്കൻ ഭക്ഷണമൊക്കെ പോലത്തെ ഏതാണ്ട് അവിടുത്തെ ബ്രെഡ് പുള്ളിക്കാരി മോൻ കാണിക്കാതിരിക്കാൻ മോൻ മറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് എന്തൊക്കെയാ അവരിട്ട് വിൽക്കുവാണ്. ഇവിടെ നല്ല തിരക്കാണല്ലോ ഇവിടെ മാർക്കറ്റില്. ആളുകളും പേരുകളും കാറുകളും. ഇവരുടെ പോർട്ടും സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത്. അങ്ങോട്ടുള്ള ആളുകൾ പോർട്ടിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ എടുക്കുന്ന തിരക്കൊക്കെയാണ് കേട്ടോ. ഞാനിനി നമ്മുടെ ഫിഷ് മാർക്കറ്റിലോട്ട് പോവാണ്. ഇവിടെ ഉള്ള എല്ലാം ഇതുപോലത്തെ വണ്ടികളാണ്. പല വണ്ടികളും മുമ്പൊക്കെ യൂറോപ്പിൽ നിന്നൊക്കെ കൊണ്ടുവന്നതൊക്കെയാണ്. ഇതൊക്കെ ഓരോ ഫിഷിന്റെ എക്സ്പോർട്ട് ചെയ്യുന്ന കടകളും സംഭവങ്ങളൊക്കെയാണ്. ആണല്ലേ. ഇവിടെ ഉള്ള മീൻ മാർക്കറ്റൊക്കെ ഓൾറെഡി അടച്ചു. എനിക്ക് തോന്നുന്നു രാവിലെ ആയിരുന്നു എന്ന് തോന്നുന്നു. എല്ലാവരും എന്താണ്ട് മീൻ മാർക്കറ്റ് എല്ലാം ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മൾ വേറൊരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മ. അസ്സലാമു അലൈക്കും. ബസ്സൂഫ്. നല്ല വലിയ മീനൊക്കെയാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത്. ഈ കാണുന്നത് ഫ്രോസൺ മീനാണെന്ന് തോന്നുന്നല്ലോ. ഫ്രോസൺ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇത് പലതരത്തിലുള്ള മീനും സംഭവങ്ങളും. ഇവിടെ കണ്ടില്ലേ, നമ്മുടെ ചൂരയാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല കട്ടിയായിട്ടുള്ള ചൂരയാണ് പുള്ളിക്കാരൻ വെട്ടിപ്പൊളിക്കുന്നത്. എന്നിട്ട് ഇവരെ എനിക്ക് ഒന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന സംഭവമാണ് കേട്ടോ. അങ്ങനെ താണ്ടെ ഇതൊരു വലിയൊരു ഫിഷിന്റെ ഒരു ഏരിയ ആണ്. ഇവിടെ വേറെ മീനുകൾ ഇവിടെ വെട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. ഇവിടെ ഓരോ ആളുകൾക്കും ഓരോ കൗണ്ടർ ഉണ്ട് കേട്ടോ. അവർക്ക് പ്രത്യേകമായിട്ടുള്ള അവരുടെ നമ്പർ, അവരുടെ തുറക്കുന്ന സമയങ്ങൾ, ഓരോ കൗണ്ടറാണ് നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഓരോ കൗണ്ടറുകാർ അവർ വെട്ടി സാധനങ്ങൾ അവർക്ക് വരുമ്പോൾ അതിന് വേണ്ടിയുള്ള പെട്ടികളും അത് എക്സ്പോർട്ട് ചെയ്യാനും സംഭവങ്ങൾക്കൊക്കെയാണ് കേട്ടോ. ഇവിടെ വേറെ അങ്ങോട്ട് പിന്നെ ബാക്കി കിടക്കുന്നത് മറ്റു മീൻ മാർക്കറ്റാ. ഇവിടെയൊക്കെ ഇവിടെ സ്ട്രീറ്റിൽ ഇങ്ങനെ മീനിട്ട് വിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ പല ആൾക്കാരും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ എന്താ സ്ത്രീകൾ മീൻ വിൽക്കുന്ന കാഴ്ചയാണ് ആ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടിപൊളി കേട്ടോ. അവിടെ മീന് വെട്ടിക്കൊടുക്കുന്നു, കിലോ ആയിട്ട് കൊടുക്കുന്നു. ഇതെന്താ, ഇത് കരുവാട് എന്തോ ആണ് കേട്ടോ. അസ്സലാമു അലൈക്കും. കരുവാടാണല്ലോ ഈ കാണുന്നത്. പുള്ളിക്കാരൻ ഓരോന്നായിട്ട് ഇതുണ്ടില്ലേ. ഓ ആ ഒരു മണവും നാറ്റവും ഇല്ല കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ കരുവാട് മണപ്പിക്കുമ്പോൾ നല്ല രസമല്ലേ, ആ ഒരു ഇതില്ല. ഇതൊരു ചത്ത വാട മണം കേട്ടോ. പുള്ളിക്കാരൻ ഈ പച്ച കരുവാട് ഞാൻ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ എന്താ പച്ചക്ക് കഴിക്കുവാണ്. ചില ആളുകൾ ഭയങ്കര അഗ്രസീവാണ് കേട്ടോ. അവരുടെ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞ് ഭയങ്കര അഗ്രസീവാണ്. അവർ ടൂറിസ്റ്റ് ആയിട്ട് എന്നെ കണക്കാക്കുന്നില്ല. വേറെ ആരെങ്കിലും ഈജിപ്ഷ്യനോ മൊറോക്കോക്കാരനോ ഭയങ്കര അഗ്രസീവ്. ഒരുത്തം കിടന്ന് വിളിച്ചു കേട്ടോ അവിടെ കിടന്ന്. ഇവിടെ ഒരു കടയിൽ ദാണ്ട് ഇവിടെ മീനാണ് കേട്ടോ അവരിട്ട് വിൽക്കുന്നത്. ഇത് പൊരിച്ച മീൻ വിൽക്കുന്നതാണ്. അവിടെ ദാണ്ട് പുള്ളിക്കാരൻ പൊരിച്ച മീൻ വാങ്ങിച്ചോണ്ട് പോകുന്നു. അവരെന്തോ വെള്ളമൊക്കെ കണ്ടില്ലേ, ഒരു വൃത്തിയും ഇതൊന്നും ഇല്ല കേട്ടോ. ഫുള്ള്. പിന്നെ ഇവിടെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ്. ഞാനിവിടെ നമ്മുടെ ഇവരുടെ സ്പോട്ടിന്റെ ഉള്ളിലോട്ട് കയറി വന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ള് കച്ചവടക്കാരാണ്. തുണിയും സംഭവങ്ങളും. നമ്മുടെ പോർട്ടിന്റെ ഭാഗമൊക്കെയാണ്. അവിടെ അവര് സുരക്ഷാ സേന തോക്കൊക്കെ വെച്ച് നിന്നു. ഞാൻ പയ്യ വലിഞ്ഞ് ഉള്ളിലൂടെ അങ്ങ് അകത്ത് കയറിയിട്ടുണ്ട്. ഈ കാണുന്ന സ്ഥലമെല്ലാം ഇവരുടെ വീടുകളും ഇവരുടെ എന്താ പറയാ ഫിഷിങ്ങിനൊക്കെ പോകുന്ന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഭാഗത്തെല്ലാം. ഇവിടെ അവർ മീൻ പിടിക്കാൻ വേണ്ടി എന്തോ ഉണ്ടാക്കുന്ന ഇതാണ് കേട്ടോ. ഫിഷിങ്ങിന് വേണ്ടിയുള്ള മീനിന്റെ ട്രാപ്പിനാണോ ഇതാ എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കിയാ.
ഓ, മീനിന്റെ ട്രാപ്പിന്റെ ഇതാണ് കേട്ടോ. മീനെ ഇതിന്റെ അകത്ത് പിടിച്ച് ട്രാപ്പ് ചെയ്യുന്ന ഒരു ഇതുണ്ടാക്കുന്നതാ അവര്. അവസാനം നമ്മളിവിടുത്തെ ഇവരുടെ നവാദിവോ പോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ പോർട്ടിന്റെ ഒരു ആകാശ ദൃശ്യം കണ്ടാൽ അതിമനോഹരമാണ്. ഇവര് ഈ പോർട്ടെല്ലാം കഴുകുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഒരു സൈഡിൽ ബോട്ടിന്റെ പണി നടക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഇവരുടെ ഹാർബർ ഭാഗത്തോട്ട് കയറുവാണ്. വേറെ ഒരു അനുമതിയോ ഒന്നും തന്നെ എടുത്തിട്ടില്ല. ഞാനിപ്പോൾ അങ്ങ് കയറി വന്നതാണ്. ഇങ്ങനെ കിടക്കുന്ന ഒരു പരന്ന് കിടക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇവരുടെ പോർട്ട്. ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള പോർട്ടാണ്. ഫുള്ള് കണ്ട ഇതുപോലത്തെ ഉള്ള ചെറിയ ബോട്ടുകൾ ഇങ്ങനെ കിലോമീറ്ററോളം. ആരും തന്നെ എന്നെ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആരും തന്നെ എന്നെ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല കേട്ടോ. അതാണ് വേറൊരു നല്ലൊരു കാര്യം. കണ്ടില്ലേ, ഫുള്ള് ഇത് വിചാരിക്കുന്ന പോലെ കേട്ടോ. ഇത് ഹെലികോപ്റ്ററിൽ നിന്ന് വല്ലതും പോയി കാണണം, അടിപൊളിയാണ്. ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ചെറിയൊരു യാർഡിലാണ്. ഇതുപോലെ തന്നെ പല യാർഡുകളും കൊണ്ട് അങ്ങനെ നിരന്ന് കിടക്കുന്നതാണ്. അത് ഫുള്ള് ഇങ്ങനെ ചെറിയ ചെറിയ ബോട്ടുകളാണ്. പല ബോട്ടുകളും അതുകൊണ്ട് കടലിൽ നിന്ന് വരുന്ന കാഴ്ചയൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു രാത്രി ആയിരിക്കണം കേട്ടോ ഇവർ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. ചെറിയ മീനുകൾ കണ്ടോ, പോർട്ടിന്റെ ഭാഗത്തായിട്ട് ചെറിയ മീനുകളാണ്. ഞാൻ മറ്റൊരു ജട്ടി ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. അവസാന ഭാഗം ഇവിടെയും ഇതുപോലെ പല ആളുകളും, കൂടുതൽ ആളുകളും പ്രിപ്പറേഷൻ ചെയ്യുന്നത് കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നു രാത്രി ഇവർ മീൻ പിടിക്കാൻ പോകുന്നതിനുള്ള പ്രിപ്പറേഷൻസ് എന്നാണെന്ന് തോന്നുന്നു കേട്ടോ കാണാനായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവിടെ കടലിൽ നിന്നൊരു മീനിൻ്റെ ബോട്ട് വന്ന് അടുക്കുവാണ്. അവിടെ ഫുള്ള് വെള്ളം കയറി കിടക്കുവാണ്. ഞാൻ ബോട്ട് വഴി ഓരോ ബോട്ട് ചാടി ചാടിയാണ് പോകുന്നത്. രക്ഷപ്പെട്ടു. ഇവിടെ എല്ലാവരും ഇതുപോലെ ബോട്ടിൽ തന്നെയാണ് ചായ ഒടിയും. കണ്ടില്ലേ ഇവരുടെ സെറ്റുണ്ടോ ഭക്ഷണങ്ങൾ. ഒട്ടകർച്ചയാണെന്ന് തോന്നുന്നു. ഇവിടെ കുക്കിങ്ങും പരിപാടി ഇതൊക്കെ തന്നെയാണ്. ഞാനൊരു മീൻ വന്ന ബോട്ട് തപ്പി പോവാണ്. മീൻ വന്ന ബോട്ടാണ്. അവരെന്തൊക്കെയാ വേർതിരിച്ചിട്ട് മീനേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് എറിയുവാണ്. ആ ബോട്ട് പോകുമ്പോൾ എൻ്റെ ബോട്ടൊക്കെ കിടന്ന് ആടുവാണ് കേട്ടോ. ഇപ്പം വീഴും ഞാൻ. ഇന്ന് ഞാൻ ബോട്ടിൽ തലയും കൊത്തി വീണു. ഓ, തലയും കൊട്ടി ഇന്ന് വീഴാവാ കേട്ടോ. ഇപ്പൊ വന്ന് ഇതെല്ലാം ചരിഞ്ഞു പോയി. ഓ എന്താ شوف وين روح سمك اليوم ليلة تحميص مساء بعد إشاء إن شاء الله. അവര് ഇഷാ നമസ്കാരത്തിന് ശേഷം രാത്രി പോകുന്നതാണ്. ഹാദാ അക്കൽ ഹാദാ ഉമ്പാന്ന് എങ്ങനെയാ പറയാ. ജമാൽ ജമാൽ جمال ജമാൽ ഹാദ ജമാൽ جميل جميل ജമീൽ ജമീൽ ജമാൽ كشني كشني കുഷ്നി കുഷ്നി മാ താരിഫ് കുഷ്നി ഇന്ത്യ കുഷ്നി أبتم അബ്തും ഹിന്ദി പഠിച്ചു വെച്ചിരിക്കാണ്. അബ്തും മേനെ പ്യാർ കിയാ തുമാരാ സിന്ദഗി മേരി. ഹിന്ദി അറിയാം കേട്ടോ. ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ഇന്ത്യ എന്ന് പറയുമ്പോൾ ബോളിവുഡ് അറിഞ്ഞേ കൂടാ. നമ്മുടെ നാട്ടിലുള്ള സാധനമല്ല ബോളിവുഡ്. എന്നിരുന്നാലും ഞാൻ അതെ അമിതാഭ് ബച്ചൻ ഷാറൂഖ് ഖാൻ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരെന്തോ ഇന്ത്യൻ പാട്ടെന്തോ തിരയുവാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, ഇന്ത്യൻ മ്യൂസിക് തിരയുവാണ്.
ഇവിടെ ഇവര് ഓയിലിന്റെ ക്യാനാണ് കേട്ടോ, ഇതുപോലെ ചായ കുടിക്കാൻ വേണ്ടി എല്ലാവരുടെ വണ്ടിയിലും കാണും, ജീപ്പിലും ട്രക്കിലും കാറിലും ഇതുപോലെ കണ്ടില്ലേ. ഇവർ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. ഒരു ഓയിൽ ക്യാനെ എങ്ങനെ ഡിഷ് ക്യാരി ചെയ്യുന്ന ഒരു സംഭവം ആക്കാം. ഋതിക് റോഷൻ എന്താ താരിഫ് ഋതിക് റോഷൻ? ഋതിക് റോഷന്റെ സിനിമ എന്തൊക്കെയാണ് കാണിച്ചു തരുന്നത് എനിക്ക് കേട്ടോ. कलम 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 हिंदी हिंदी कलम लहरू मस्ती में गगन के शोर शोर में शोर शोर में كامل هون कम माली कुल्लू كل كامل هون موريتانيا يا اسبانيا تور अंत മൗറിറ്റാനിയ. انا موريتانيا. ഓ ഇവിടെ നിന്ന് ഞാൻ അപ്പുറത്ത് നമ്മുടെ നൈജീരിയൻ ഫ്ലാഗ് ഉള്ള ഒരു ചെറിയൊരു ബോട്ട് കണ്ടു. നൈജീരിയൻ ഫ്ലാഗ്, ഇപ്പുറത്ത് നമ്മുടെ മൗറിറ്റാനിയൻ ഫ്ലാഗ്. ഞാൻ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു മാലി, സെനഗല്, മൗറിറ്റാനിയ, കുല്ലുഹിന കുല്ലുഹിന എല്ലാരും ഇവിടെ വരും കേട്ടോ. എല്ലാരും മീൻ പിടിക്കാനും. ഇത് ഒരു വലിയ ബോട്ടാണ്, ഇന്റർനാഷണൽ ബോട്ടാന്ന് തോന്നുന്നു കേട്ടോ. കൊള്ളാമല്ലോ, നല്ല വിശപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് ക്യാമൽ മീറ്റ് ആണ് കേട്ടോ. ഇവരുടെ ക്യാമൽ മീറ്റ് ആണ് ഇവർ കൂടുതലായിട്ട് ഭക്ഷിക്കുന്നത്. അത് കഴിച്ചതിന്റെ ബാക്കിയൊക്കെയാണ്. ഈ ഒരു രാജ്യത്തിന്റെ കറൻസി ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ കറൻസിയും കാട്ടി വിലയുള്ള കറൻസിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ 10 രൂപ കൊടുത്താൽ ഇവിടുത്തെ 4-4.5 രൂപയൊക്കെ കിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിലെ 10 രൂപ കൊടുത്താൽ 3.25 4 എന്തൊക്കെ കിട്ടുള്ളൂ കേട്ടോ. 10 രൂപ കൊടുക്കുകയും വേണം. 1 രൂപ കൊടുത്താൽ 1 രൂപ ഇവിടുത്തെ ഒരു ഇതുപോലും കിട്ടൂല. പോയിന്റ് എന്തൊക്കെയാണ് കിട്ടുന്നത്. ഇവിടുത്തെ കറൻസിക്ക് വിലയുണ്ട്. ഇവിടെ ഫുള്ള് വെള്ളം കെട്ടി കിടക്കുവാണ്. അവിടെ അവർ ലോഡ് കയറ്റുവാണ് കേട്ടോ മീൻ പിടിക്കാൻ പോകാൻ വേണ്ടി. ഇവിടെ നമസ്കാര പള്ളി ഫുള്ള് മുഴുവനായതുകൊണ്ട് ആളുകളൊക്കെ പുറത്തുനിന്നൊക്കെയാണ് കേട്ടോ നമസ്കരിക്കുന്നത്. ഞാനിനി പുറത്തോട്ട് പോവാണ്. അസ്സലാമു അലൈക്കും. ഇവിടെ പഴയ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ വിൽക്കാനായിട്ട് കൂട്ടി വെച്ചിരിക്കുന്ന കാഴ്ച. ഫുള്ള് പൊടിയും ഇതും. ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ഒരു കടയിൽ വന്നിട്ട് എൻ്റെ ഇത് ഊരിപ്പോയി കേട്ടോ. ഞാൻ ഇട്ട് തരാൻ വേണ്ടി ചോദിക്കുകയാണ്. പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ ട്രാൻസ്ലേഷൻ മാറിപ്പോയി. പുള്ളിക്കാരൻ ആദ്യം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ദൂരി എനിക്ക് തരുന്നു കേട്ടോ. പുള്ളിക്കാരൻ വിചാരിച്ചു പുള്ളിക്കാരൻ്റെ ഞാൻ ചോദിക്കുന്നു. ഇത് പഠിക്കണം കേട്ടോ എങ്ങനെയാണെന്ന്. هذا يوتيوب مغربي ولا هندي هندية باكستان؟ إنديا هندية اوكي. اوكي. الخطوة الأولى ها المشوز. أنا اوكي. اها يس. نعم نعم نعم. هذا نعم هذا نعم. اوكي. هذا شوف هذا شديدة. എല്ലാം തെറ്റിപ്പോകുന്നല്ലോ. ഓക്കെ. هذا على قول عاون يا أخي. اوكي اوكي. كذا شوف عرفت. بيزين. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ വീട് വരണം. ഓക്കെ ഓക്കെ ഓക്കെ. الآن أنت موريتاني. മൗറിറ്റാനിയ. ഇപ്പോഴാണ് കേട്ടോ സെറ്റ് ആയത്. ഇപ്പൊ പഠിച്ചു. ശുക്രൻ ശുക്രൻ. مرحبا مرحبا. ആ കേട്ടോ ഭയങ്കര നല്ലൊരു കേട്ടോ ശുക്രൻ. ഇവിടെ എല്ലാവരും ഇതുപോലെ കടയില് ദാണ്ടേ അതുകൊണ്ടാണ് പല്ല് വെളുത്താണ് കേട്ടോ ഇരിക്കുന്നത്. എപ്പോഴും ഇതുപോലെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും കേട്ടോ. മിസ്വാക്ക് മിസ്വാക്ക് نعم مسواك. മിസ്വാക്ക്. Yes. It's good for ടീത്ത്. yes yes. ആ ടീത്തിന് നല്ലതാണ് കേട്ടോ. അന്ത ഇസ്മ Natural this. നാച്ചുറൽ. യുവർ നെയിം? Me. യാ Name for me. Aziz. അസീസ്. നൈസ് ടു മീറ്റ് യു. Me too. അസീസ് ബ്രോ അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ വൈഫൈ ഒക്കെ ഉപയോഗിച്ച് ഇരിക്കുവാണ്. ഭയങ്കര ഫ്രണ്ട്ലി ഭയങ്കര വെൽക്കമിങ് ഒക്കെയാണ് കേട്ടോ അസീസ് ബ്രോ. പാവം പുള്ളിക്കാരൻ എന്നെ കടയുടെ ഉള്ളിലോട്ട് വിളിച്ചിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുവാണ്.
ബ്രോ കം എന്ന് പറഞ്ഞ് എന്നെ കഴിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. നോ പ്രോബ്ലം. This യുവർ ഫേവറേറ്റ്. where for Mauritania. ഓ മൗറിറ്റാനിയ ഫേവറേറ്റ്. ഓക്കെ ഓക്കെ. അങ്ങനെ ബിസ്മില്ലാഹ് ഞാൻ കഴിക്കട്ടെ പുള്ളിക്കാരൻ്റെ കൂടെ. ആദ്യം എന്താ നാരങ്ങയൊക്കെ പിരിഞ്ഞൊഴിക്കുവാണ്. നാരങ്ങ പിന്നെയാണ് കേട്ടോ അവര്. You have this? ഓ അടിപൊളി. നോ ചില്ലി. Is that? നോ പുള്ളിക്കാരൻ എന്താ മുളകൊക്കെ ഇങ്ങനെ കഴിക്കുവാണ് India, കേട്ടോ. no? This India? ഇന്ത്യ യെസ് ബട്ട് മീ നോ. Don't you? അടിപൊളി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി ഭക്ഷണം. എന്താ സാറേ? ലോ വീഡിയോ കണ്ടില്ലേ? പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി ഒരു വെള്ളവും ഇത് വാങ്ങിച്ചിട്ട് വന്നിട്ട് പറയാണ് ഞാൻ വൈകിട്ട് ട്രെയിനിൽ പോകുന്നുണ്ട് കേട്ടോ, അപ്പൊ ഒരു ലോങ് ജേണിക്ക് പോവുകയാണ്. അപ്പം പുള്ളിക്കാരൻ ഉടനെ ഇത് വാങ്ങിച്ചിട്ട് പുള്ളിക്കാരൻ എന്നിട്ട് പറയാണ് നോ വീഡിയോ കേട്ടോ. പുള്ളിക്കാരൻ്റെ അടുത്ത് പുള്ളിക്കാരൻ അത് വാങ്ങിച്ചു തന്നത് കാണിക്കണ്ടെന്നാണ് കേട്ടോ പുള്ളിക്കാരൻ പറയുന്നത്. ഹവായ് എന്ത്? Yes video. No, yes video. This Nafar Hind شوف هذا موريتانيا كويس. This you my brother. No video. പുള്ളിക്കാരൻ പറയാണ് ഇത് നീ എന്റെ ബ്രദറാണ്, നോ വീഡിയോ, നമ്മൾ തമ്മിലുള്ള ബന്ധം. മനസ്സിലായില്ലേ? Cheers. Yes. ശുക്രൻ. ഇവരുടെ ലോക്കൽ കറൻസിയെ പറയുന്നത് ഉഗിയ എന്നാണ് കേട്ടോ. ഇവരുടെ ലോക്കൽ കറൻസിയെ പറയുന്നത് ഇത് 100 ഉഗിയാണ്, പക്ഷെ ഇവർ പറയുന്നത് 1000 അലിഫ്. Yes. അലിഫ് This elf. അലിഫ് 1000. ഇത് 2000. ഇത് 5000. ഇത് 5000 അലിഫ്. ഇത് വരുന്നത് 20 എന്ന് പറയുമ്പം 200 കേട്ടോ. 200 ഇതാണ് പറയുന്നത്. ഇതിന് ഉഗിയ എന്നാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ നാട്ടിലെക്കാട്ടി വില കൂടിയ ഒരു കറൻസി. ഞാൻ ബ്രോൻ്റെ തന്നെ 50 യൂറോ ചേഞ്ച് ചെയ്തു. എന്നിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ നല്ല കമ്പനി പാവം, അതുകൊണ്ട് ഞാൻ പിന്നെ പുള്ളിക്കാരൻ്റെ അടുത്ത് ഇങ്ങനെ പൈസ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഡോളറും യൂറോ ഒക്കെ കയ്യിൽ കിട്ടുന്നത് നല്ലതാണ് കേട്ടോ. പുള്ളിക്കാരൻ ബിസിനസ് ആയിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വരുന്ന ട്രാവലേഴ്സിനൊക്കെ സജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. After you come here, huh? يا ان شاء الله. انا ما في انا زراد بعد اطار No problem. ممكن ان شاء الله No problem. 1 سنة 2 سنة بعد انا شوف You هذا صديق انا شوف. you my number is Yeah. Yes. After you call me, you send me a vocal. Okay, thank you. Today you are my brother. No problem. You are my brother too. Okay. Assalamu. Welcome to Mauritania. Thank you so much. Okay, then. ശുക്രൻ. ഇവിടെ ലിഫ്റ്റ് അടിക്കുന്നതൊക്കെ ഭയങ്കര ഈസിയാണ്. ഞാനിങ്ങനെ വെറുതെ കൈ കാണിച്ചപ്പോൾ തന്നെ ഓരോ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ വിദേശികളാണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ലിഫ്റ്റ് വരും ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പോകുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? ഞാൻ പോവുകയാണ് നമ്മുടെ അയണോർ ട്രെയിൻ എടുക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. I'm so excited. 5-6 വർഷത്തിന് മുമ്പ് ഞാൻ ഇത് ആഗ്രഹിച്ചതാണ്. അത് ഞാൻ ഇന്ന് നടത്താൻ വേണ്ടി പോവാണ്. ഹോപ്പ്ഫുള്ളി ഇൻഷാല്ലാ. അറിയില്ല, നമുക്ക് പോയിട്ട് നോക്കാം കയറാൻ പറ്റുമെന്ന്. കാരണം കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് അവർ ആക്ച്വലി അത് ബാൻ ചെയ്തിരിക്കുവാണ്, ഇല്ലീഗലാണ്. അപ്പോൾ ഇല്ലീഗലായിട്ട് പോകണം. ലീഗലല്ല, ലീഗലാകുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും പോവാം. ഇല്ലീഗലാകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒളിഞ്ഞിരുന്നിട്ട് ചാടി കയറണം. പുള്ളിക്കാരതാണ്ട് എൻ്റെ അടുത്ത് പാവം കേട്ടോ. ഒരു പുള്ളിക്കാരൻ ലിഫ്റ്റ് അടിച്ച പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ ഈ നമ്പരേ ഉള്ളൂ. 50 രൂപ എടുത്തിട്ട് പുള്ളിക്കാരൻ പറയുമല്ലേ നീ ആണെങ്കിൽ ലിഫ്റ്റ് അടിച്ച് പോണ്ട, പൈസ ആക്കി പോവാൻ കേട്ടോ. പുള്ളിക്കാരൻ ലിഫ്റ്റ് വരുന്നില്ല. എന്നിട്ട് ഞാൻ അതിനുശേഷം പുള്ളിക്കാരൻ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. വീഡിയോയിലൊന്നും കാണിക്കേണ്ട, നീ നിനക്കുള്ളതാണെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ പേര് മൊയ്നാണെന്ന്. അപ്പം പറഞ്ഞ് അറബി പേരോ? അപ്പം ഞാൻ പറഞ്ഞു അതെ എൻ്റെ പേര് അറബിയാണെന്ന്. അപ്പം മുസ്ലിം ആണെന്ന് ചോദിച്ചു. മുസ്ലിം ആണെന്ന്. അപ്പം ഇവർ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗുണ്ട്, ലോകത്ത് എല്ലായിടത്തുള്ള മുസ്ലിം ബ്രദേഴ്സാണ്, അപ്പോൾ ഇവർക്ക് കുറച്ച് കൂടുതൽ സ്നേഹം കൊടുക്കും കേട്ടോ. പാവം കേട്ടോ. അങ്ങനെ പറഞ്ഞ് ആക്കുന്നതല്ല, അവർക്ക് അല്ലെങ്കിലും സ്നേഹമുണ്ട് കേട്ടോ. നല്ല മനുഷ്യരാണ് ആക്ച്വലി. മുസ്ലിം അല്ലെങ്കിലും അവർ ആക്ച്വലി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്ത വണ്ടിയിൽ ചാടി കയറി. പുള്ളിക്കാരൻ എനിക്ക് ലിഫ്റ്റ് വന്നു. ശുക്രൻ. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ശുക്രൻ ഇന്ത്യ. ശുക്രൻ മുർത്തിയാനിയ. യെസ്.
ഫ്രഞ്ച്. ഇവിടെ എല്ലാവരും ഫ്രഞ്ച് സംസാരിക്കും. ഫ്രഞ്ച് ഉണ്ടെങ്കിൽ ഈ വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രീസിൽ ഒരുവിധ കൺട്രീസിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാം, ഈസി ആയിട്ട്. ഈ കാണുന്നതൊക്കെ നമ്മുടെ മാർക്കറ്റ് ഏരിയകളാണ്. പല മാർക്കറ്റും ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. നമ്മുടെ സുഡാനൊക്കെ പോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു രാജ്യവും. അതിൻ്റെ നിങ്ങൾ സുഡാനൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പക്ഷേ ഇവിടുത്തെ രാജ്യം എങ്ങനെയാണെന്ന്. ഇവിടുത്തെ ഞാൻ വഴിയിൽ നിന്ന് ഒരു കടയിൽ കയറിയിട്ട് വല്ല കാർട്ടൂണും വല്ലതും ഉണ്ടാകുന്ന നോക്കുവാണ്. അവരെനിക്ക് വേണ്ടി താണ്ടെ ശുക്രൻ വെള്ളത്തിൻ്റെ പെട്ടി മാറ്റിയിട്ട് അവരെനിക്ക് വേണ്ടി ഇത് തരുവാണ് കേട്ടോ, ട്രെയിനിൽ കിടക്കാൻ വേണ്ടി. ഇതൊന്നും പോരാ ആക്ച്വലി, ഉള്ളത് വെച്ച് ഓണം പോലെ. ശുക്രൻ. എന്നിട്ട് ശുക്രൻ, ഇത് എത്ര രൂപ? ഇത് 10 രൂപ. ഞാനൊരു ഡേറ്റ്സും വാങ്ങിച്ചു, പിന്നെ ഒരു ഇത്. ഞാൻ നടക്കുവാണ്, ലിഫ്റ്റ് അടിക്കുവാണ്. കുറേ വണ്ടികളിൽ കയറി. എല്ലാവരും കുറേ ഒന്നും വീഡിയോ എടുക്കുന്നില്ല കേട്ടോ, എല്ലാം നല്ല ആൾക്കാർ. നമ്മുടെ ട്രെയിൻ അവിടെ നിന്ന് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ട്രെയിൻ. ഈ പട്ടികൾ എന്നെ പേടിപ്പിക്കുമല്ലോ. ഞാൻ ട്രെയിൻ സ്റ്റേഷനിൽ വന്ന്